രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് നാളെ തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടകൻ. 18,000 കോടി ചെലവിട്ട് നിർമ്മിച്ച ഈ വമ്പൻ പാലത്തിന്റെ വിശേഷങ്ങൾ അറിയാം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലൂടെ. രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം, അതായത് ഒരു ഗംഭീര എഞ്ചിനീയറിംഗ് മാർവൽ, വിസ്മയമാണ് മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്ക്. നബി മുംബൈയിലേക്ക് മുംബൈയിൽ നിന്നുള്ള യാത്ര 1.5 മണിക്കൂറിൽ നിന്ന് ഏതാണ്ട് 15-20 മിനിറ്റിലേക്ക് കുറയ്ക്കാൻ ഈ പാലത്തിന് കഴിയും. 22 കിലോമീറ്ററാണ് ദൈർഘ്യം. അതിൽ 17 കിലോമീറ്ററും കടലിലൂടെ. 6 വരി പാതയാണ്. ലോകത്തിലെ തന്നെ 12ാമത്തെ നീളം കൂടിയ പാലമെന്ന റെക്കോർഡും ട്രാൻസ് ഹാർബർ ലിങ്കിന് സ്വന്തം. മുംബൈയിലെ ഷിവ്ഡിയിൽ നിന്നാണ് തുടക്കം, റായ്ഗഡിലെ നവ്ശേ വരെ. ഏതാണ്ട് 18,000 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെ ഒരു ദിനം 77,000-ലധികം വാഹനങ്ങൾ കടന്നു പോകുമെന്നാണ് അനുമാനം. മുംബൈയിലെ ഗതാഗത കുരുക്ക് കാരണം 90കളിൽ ആലോചന തുടങ്ങിയ പദ്ധതിയാണിത്. വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2015-ൽ കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടി. 2016-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തറക്കല്ലുമിട്ടു. കോവിഡ് കാലത്ത് നിർമ്മാണം ഒരല്പം ഇഴഞ്ഞെങ്കിലും ഒടുവിൽ കഴിഞ്ഞ മാസം നിർമ്മാണം പൂർത്തിയായി. പാലത്തിന്റെ മധ്യഭാഗത്ത് ഏതാണ്ട് 4 കിലോമീറ്ററോളം നീളത്തിൽ സ്റ്റീൽ സ്പാൻ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഉയരം ഏതാണ്ട് 180 മീറ്ററിൽ കൂടുതലാണ്. അതായത് പാലത്തിനടിയിലൂടെ കപ്പലുകൾക്ക് അനായാസം പോകാൻ കഴിയും. നിർമ്മാണ ഘട്ടത്തിൽ സാധനങ്ങൾ എത്തിക്കാനായി ഏതാണ്ട് 5 കിലോമീറ്ററോളം നീളത്തിൽ ഒരു സമാന്തര പാത കൂടി ഉണ്ടാക്കിയിരുന്നു. അതേതായാലും പൊളിച്ചു നീക്കുന്നില്ല. ദേശാടന കിളികളെ നിരീക്ഷിക്കാനുള്ള ഇടമായി അതിനെ പരിവർത്തനപ്പെടുത്തും. ട്രാൻസ് ഹാർബർ ലിങ്ക് മാത്രമല്ല, മുംബൈയിലെ ഗതാഗത കുരുക്കഴിക്കാൻ വേണ്ടി കോസ്റ്റൽ റോഡ് പ്രൊജക്ടും ഒരുങ്ങുന്നുണ്ട്. കടലിലൂടെ ഏതാണ്ട് 29 കിലോമീറ്റർ നീളത്തിലാണ് കോസ്റ്റൽ റോഡ് പ്രൊജക്ട്. ഭാവിയിൽ ട്രാൻസ് ഹാർബർ ലിങ്ക് കോസ്റ്റൽ റോഡുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് സമാനതകളില്ലാത്ത റോഡ് വികസനമായി മാറും. വസിം സേദിക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.